എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക? അതിന് ചിലപ്പം വിസ്വാൽ എന്ന് പറയും. അതെങ്ങനെയാണ് സാധ്യമാവുക? മനുഷ്യൻ പല തരത്തിലും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ അബ്ദുൽ ജസദ്, ശരീരത്തിൻ്റെ അടിമ. അബ്ദുൽ ഹവ, ആഗ്രഹത്തിൻ്റെ അടിമ. ഇതൊക്കെ മനുഷ്യന്മാരുടെ പല ടൈപ്പുകളാണ്. ഈ പറഞ്ഞതിൽ തന്നെ ഏകദേശം 80% ആളും ഉൾപ്പെട്ടു. മറ്റൊന്നാണ് അബ്ദുദ്ദീനാർ, പണത്തിൻ്റെ അടിമ. നാലാമത്തതാണ് അബ്ദുസൗജ, ഭാര്യൻ്റെ അടിമ. അഞ്ചാമത്തെ ആൾ മാത്രമേ ലോകത്ത് വിജയിച്ച ആളുള്ളൂ. അത് വളരെ വളരെ കുറവായ ആളാണ്. അപ്പോൾ ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ കാലത്ത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. 999 ആൾ നരകത്തേക്ക് പോയിട്ട് വേണം ഒരു സ്വർഗ ടിക്കറ്റ് മുറിയാൻ. 120 സൊഫുണ്ട് മഹ്ശറിൽ. ഓരോ സൊഫിലും കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവും. അതിൽ 117 സൊഫും നരകത്തിലാണ്. അതങ്ങനെയാണ്, അതിൻ്റെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ലോകത്ത് അബ്ദുള്ള മാത്രമാണ് വിജയിച്ച ടീം എന്ന് പറയുന്നത്. അബ്ദുള്ള മാത്രം. നമ്മളൊക്കെ അബ്ദുള്ളയാണോ അല്ല ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും അടിമകളാണോ എന്ന് ഒരു പരിശോധന നടത്തിയാൽ തന്നെ അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയുടെ ദൂരം മനസ്സിലാവും.